ഞാനിതിനകത്ത് പെട്ടു കേസ്. എല്ലാവരും ഇറങ്ങി. കുഞ്ഞു ലോഞ്ചാണല്ലോ, ഇത് പറ്റിയിട്ടാണ് കേസ്. ഈ ബോയിങ് കച്ചറയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നാ പരിപാടിയാണെന്ന് എനിക്ക് ഇറങ്ങാൻ പറഞ്ഞ എല്ലാവരോടും. ഇതിനകത്തു നിന്നൊക്കെ പുകയൊക്കെ വരുന്നില്ല. ഇനിയും പേര് സെറ്റ് കളിക്കുകയാണോ? ഇതിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ അച്ചറയും ബഹളം അടിയായേ. അപ്പോൾ നമ്മൾ പോവല്ലേ എയർപോർട്ടിലേക്ക്? ഓക്കെ ബ്രദർ, see you. അപ്പോൾ see you മിസ്റ്റർ ഇൻട്രോവേർട്ട്. ഡോണ്ട് ബി ഇൻട്രോവേർട്ട്. ഓക്കെ ഒന്നുമില്ല പിള്ളേരൊക്കെ. അപ്പോൾ ഒന്നീ കാണാം. ഓക്കെ ഞങ്ങൾ പോയിട്ട് വരാം. ഇനിയും കാണാം. ഓക്കെ see you. ബൈ. മൂത്ത ആൾ ജോലിക്ക് പോയി. യെസ്. അപ്പോൾ see you വിനയ് ലേറ്റർ. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഉണ്ട്. ഡല്ലസ് അല്ലേ? ഡാലസ്. പക്ഷെ ഡാലസ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലമില്ലേ? ഇത് വെർജീനിയയിലെ. അതും എയർപോർട്ടിന്റെ പേര് ഡാലസ് എന്നല്ലേ? ഡല്ലസ്. അത് ഡാലസ്. അത് ടെക്സാസില്. അവിടെ ഞാൻ പോകുന്നുണ്ട്. ടെക്സാസില. ഇപ്പോഴല്ല, പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വിമാനത്താവളത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ആദ്യത്തെ അമേരിക്കൻ ഡൊമസ്റ്റിക് വിമാനയാത്രയാണ്. ഡൊമസ്റ്റിക് വിമാനയാത്ര എങ്ങനെയായിരിക്കും? സാധാരണ പോലെ തന്നെയല്ലേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. അറിയത്തില്ല എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഞാൻ ഇന്ന് പോകുന്നത് സൺ കൺട്രി എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് അധികം പേര് കേൾക്കാത്ത ഒരു ബഡ്ജറ്റ് എയർലൈനിലാണ്. ബോയിങ് 737 വിമാനത്തിലാണ് പോകുന്നത്. സൺ കൺട്രി എയർലൈൻസ് ബാക്കി മുടിഞ്ഞ റേറ്റാണ്. ഡൊമസ്റ്റിക്കിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഫ്ലൈയിങ് ഒക്കെ. ഇത് തന്നെ എനിക്ക് ഒരു 2 hours ഫ്ലൈ ചെയ്യാനായിട്ട് ഏകദേശം 10,000 രൂപയോളം ആയിട്ടുണ്ട്. അത് യുണൈറ്റഡും ഡെൽറ്റയൊക്കെ ആണെങ്കിൽ 25,000-30,000 ഒക്കെ ആവും. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചീപ്പാണ്. നമ്മുടെ ഇന്ത്യയൊക്കെ ഭയങ്കര ചീപ്പാണ് ഫ്ലൈയിങ്. ഇവിടെ വെരി എക്സ്പെൻസീവ്. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ വെരി എക്സ്പെൻസീവ്. സോ ഡല്ലസ് എയർപോർട്ട്, അതായത് വാഷിങ്ടൺ DC എന്ന് പറയുന്നത് അതിനകത്തൊരു എയർപോർട്ട് ഉണ്ട്. പക്ഷേ ഇത് വെർജീനിയയിലാണ്, വാഷിങ്ടണിൻ്റെ വളരെ അടുത്തുള്ള എയർപോർട്ട്. ഇവിടെ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈ ചെയ്യുന്നുണ്ട് ഡൽഹിക്ക്. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ഇവിടെ നിന്ന് ഡൽഹിക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ടർക്കിഷ് എയർലൈൻസ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് അങ്ങനെ പല വിമാനങ്ങളും ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എയർ ഇന്ത്യ ഉണ്ടെന്ന് ഇവിടെ. ഇത് എയർ ഇന്ത്യ കൗണ്ടർ. എയർ ഇന്ത്യ ഡൽഹി ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ നടന്നുകൊണ്ടിരിക്കുന്നു കേസ്. ഇവിടെ നോക്കൂ, നമ്മുടെ സൺ കൺട്രി എവിടെയാണ്? ഇത് ഇപ്പുറത്താണ്. തിരക്കില്ലല്ലോ. വി ആർ എസ്കേപ്ഡ് ഗൈസ്. വി എസ്കേപ്പ്. ഞങ്ങൾ ബാഗ് ഡ്രോപ്പ് ചെയ്തു, ബോർഡിംഗ് പാസ് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാവും കേട്ടോ ഈ വഴിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇത് എത്ര വർഷത്തിന് ശേഷമാണെന്നറിയാം. അത് ഞങ്ങളിടയ്ക്ക് പുള്ളി നാട്ടിൽ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ അമേരിക്ക എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അമേരിക്ക വരണ്ടേ, എന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അമേരിക്കയിൽ വന്നു. ഇവരെ കണ്ടു സാറോട്ടിരുന്നേ. ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ സെക്യൂരിറ്റി സംഭവങ്ങൾ. വിമാനമൊക്കെ കാണാമല്ലോ ഇവിടെ അകത്ത് കയറുന്നതിന് മുമ്പ്. തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു ചില്ല് നൈസ് എയർപോർട്ട്. എമിറേറ്റ്സിൻ്റെ കൗണ്ടർ. സാധാരണ ഞാനിവിടെ അമേരിക്കയിലെ എയർപോർട്ടുകളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എനിക്ക് കേട്ടിട്ടുള്ളൂ. ഞാൻ എന്താ ഇവിടെ തിരക്ക് കാണാത്ത അറിയത്തില്ല. ചിലപ്പോൾ ഈ സമയം ആയതുകൊണ്ടായിരിക്കും അല്ലേ. ATC ടവർ കാണാം. അപ്പോൾ സിയു അവിടെ പോയിട്ട് ട്രെയിൻ എടുത്ത് കൊണ്ടുവരും. ഗേറ്റ് നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. ബൈ. കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സിമ്പിളാ. ഒന്നും പുറത്തെടുത്തിട്ടില്ല. കയ്യിലുള്ളതെല്ലാം ബാഗിലെടുത്തിടുക. മൊബൈലും ഫോണും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ബാഗിലെടുത്തിടുക. എന്നിട്ട് ആ മെഷീനിലൂടെ കടത്തി വിടുക. ഷൂസ് ഒന്നും ഊരൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ അമേരിക്കനെ പറ്റി കേട്ടത്. ഇത് ഭയങ്കര സിമ്പിളാണ്. എന്ത് നല്ല അടിപൊളി മെഷീൻസൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. ഇതുപോലുള്ള മെഷീനൊക്കെ നമ്മുടെ നാട്ടിലും വിമാനത്താവളങ്ങളിൽ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ എല്ലാ സാധനം കൂടെ പുറത്തെടുത്തിട്ട് പെറുക്കി സമയം കളയേണ്ട ആവശ്യമുണ്ടോ? സെക്യൂരിറ്റി ചെക്കൊക്കെ ഫാസ്റ്റ് ആക്കത്തില്ലേ? എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ വേറെ ഏതോ ഭാഗത്തേക്ക് പോകണം. അങ്ങനെയാണ് പരിപാടി എന്ന് തോന്നുന്നു. പിന്നെ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ എയർ ഇന്ത്യക്ക് അവിടെ നിന്നാണ്. എയർ ഇന്ത്യ ഇന്ന് ഫ്ലൈറ്റ് ഡിലേഡാണ്. 12 മണിയുടെ ഫ്ലൈറ്റ് 2 മണിക്കാണെന്നാണ് പറയുന്നത്. സോ വി ആർ ഇൻ സൈഡ്. വിമാനത്താവളത്തിനുള്ളിൽ കൂടെ പോകുന്ന മെട്രോ സ്റ്റേഷൻ, മെട്രോ ട്രെയിൻ. ഇത് നമ്മൾ ദുബായിലെ മറ്റ് ടെർമിനലിലേക്ക് പോകുന്ന സാധനമില്ലേ, അതേപോലെ തന്നെ ഡ്രൈവറില്ലാത്ത മെട്രോ ട്രെയിൻ. ഇതിങ്ങനെ ടെർമിനൽ ടു ടെർമിനൽ. ശരിക്കും ഈ ബാംഗ്ലൂർ എയർപോർട്ടിലൊക്കെ ഈ ബസ്സൊക്കെ ഓടിക്കുന്നതിന് വരെ ഇതുപോലെയുള്ള ട്രെയിനുകൾ ഓടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ടെർമിനലിൽ നിന്ന് വേറൊരു ടെർമിനലിലേക്ക് കൊണ്ടുപോകാൻ. ബാംഗ്ലൂരും മുംബൈ ഡൽഹിയൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത് വഴി ഈ വിമാനത്താവളങ്ങളിൽ ഒത്തിരി ചിലവ് കുറയ്ക്കാനും അതേപോലെ തന്നെ ആളുകൾക്ക് ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റില്ലേ. ഇത് കണ്ടില്ലേ, ഒരു ഭൂഗർഭ ടണലിൽ കൂടെ നമ്മളിപ്പം എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിനകത്ത് പെട്ടു കേസ്. എല്ലാവരും ഇറങ്ങി. ഞാനേ ബി ഗേറ്റിൻ്റെ സാധനം കണ്ടില്ല.
അത് ശരി. ഞാൻ സി ഗേറ്റ് വന്നപ്പോഴത്തേക്കിനും എ ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടു, ബി ഗേറ്റ് കണ്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം മനസ്സിലാക്കാതെ ഞാൻ ഇതിനകത്ത് ആക്ച്വലി പെട്ടുപോയി. ഇതിപ്പോൾ ട്രെയിൻ എങ്ങോട്ടോ വന്നിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ ഇറങ്ങി, അപ്പോൾ ഇനിയിപ്പോൾ എ ഗേറ്റിൽ നിന്ന് ബി ഗേറ്റിലേക്ക് നടന്നു പോകണം. എത്തിഹാദ് എയർവേസിൻ്റെ ലൗഞ്ച് ഉണ്ടോ? ഞാനപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എ എന്ന് പറഞ്ഞ ഏരിയയിലെത്തി. ഇത് ഫുൾ കൺഫ്യൂസിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ എന്താ പോകുന്നതെന്നുള്ളത്. ഒരു ബഹളമൊന്നും ഇല്ലാത്തൊരു എയർപോർട്ട്, ഭയങ്കര ശാന്തമായിട്ടുള്ള എയർപോർട്ട്. ഇനി ഞാൻ ബി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ അങ്ങേ അറ്റമാണെന്ന് തോന്നുന്നു ബി ഏരിയ എന്ന് പറയുന്നത്. ഇത് കുറേ നടക്കണം കേട്ടോ ബി ഏരിയയിലേക്ക് പോകാനായിട്ട്. ഇവിടെ സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാനൊരു ഈ ട്രംപൊക്കെ ഇരിക്കുന്ന കണ്ടില്ല, നോക്കി എന്തോരം ട്രംപുമാരാണെന്നറിയോ. ട്രംപിൻ്റെയൊക്കെ സുവനീർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഇത് വാങ്ങിച്ചു. എന്താണ് നമ്മുടെ വെർജീനിയ സ്റ്റേറ്റിൻ്റെ ഒരു സുവനീർ. US-ൻ്റെ 50 സംസ്ഥാനങ്ങളുടെയും സുവനീർ വാങ്ങിച്ചു കൂട്ടണം പോകുമ്പോഴെല്ലാം. അപ്പോൾ വെർജീനിയ വാങ്ങിച്ചു, ന്യൂയോർക്ക് വാങ്ങിച്ചു, പിന്നെ ബാക്കിയുള്ളതൊന്നും കിട്ടില്ല. വാഷിങ്ടൺ വാങ്ങിച്ചു, അത് സ്റ്റേറ്റ് അല്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നത്. എമിറേറ്റ്സ് മൊത്തം ഇന്ത്യക്കാരും ബാക്കിയുള്ള നമ്മുടെ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ്. 380 കിടക്കുന്ന കിടപ്പുണ്ടോ, അടുത്തുകൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ത് ലുക്കാന്ന്. ഈ ഒരു 380 എന്ന് പറയുന്ന ഈ ഒരു വിമാനത്തിൽ എന്തോരോ ആൾക്കാരല്ലേ യാത്ര ചെയ്യുക. സോറി, താങ്ക് യു. അതാണ് എമിറേറ്റ്സ്. അവരൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നല്ല സർവീസൊക്കെ കൊടുത്തിട്ട് കാശുണ്ടാക്കും. എയർ ഇന്ത്യയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാനാ, പഴയ ഫ്ലൈറ്റ്സൊക്കെ ഓടിച്ച് നിവൃത്തിയില്ലാതെ ആ പാവങ്ങൾ കയറിപ്പോവും. എന്തൊരവസ്ഥയാണ്. ഇവിടെ മേളിൽ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഫ്ലൈറ്റ്സ് ഉണ്ടോ ആ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ഫ്ലാഗ്സ് ഇവിടെ തൂക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ നടന്നാലും ഹിന്ദി കേട്ടുകൊണ്ട് സംസാരിക്കുക. ഹിന്ദി സംസാരിച്ച് നടക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുന്നത്. ഹിന്ദി 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 ഫുള്ള് ഹിന്ദി ഗൈസ്. ഞാൻ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്കും ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് കയറിയതാണ്. 5 ഡബിൾ ബ്ലാക്കിൻ്റെ കുപ്പിക്ക് $230. 5 എണ്ണം $230 എന്ന് പറഞ്ഞാൽ എത്ര? 8 8 16 ഏകദേശം 20,000 രൂപ 5 കുപ്പി. അത്രേ ഉള്ളൂ. ഭയങ്കര ചീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പ്. ലിക്കറൊക്കെ ഭയങ്കര ചീപ്പാണ്. പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈ ഒന്നും വാങ്ങാൻ പറ്റില്ല ഗൈസ്, ഇൻ്റർനാഷണലേ പറ്റുള്ളൂ. നമ്മൾ ബി എത്തി കേട്ടോ, ബി എത്തി. ഇവിടെ ടർക്കിഷ് എയർലൈൻസിൻ്റെ ലോഞ്ച് ഉണ്ട്, നമുക്ക് വേണം അവിടെ കയറാൻ പറ്റും, ഫ്രീ ആയിരിക്കും. ഇതേ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫ്ലാഗ് B45 ഗേറ്റിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് തൂക്കിയിട്ടിരിക്കുന്നത്. ഓ ദാറ്റ്സ് നൈസാ. ഇത് കുഞ്ഞ് ലോഞ്ചാണല്ലോ, ഇത് പറ്റിയിട്ടാണ് ഗൈസ്. ഇവിടെ സ്ഥലമില്ല, ഫുള്ളാണ്. ഇവിടെ അകത്ത് ANA വിമാനം കിടക്കുന്നുണ്ടോ? ANA കൊള്ളാമല്ലോ. ജപ്പാനാണ്, ഓൾ നിപ്പോൺ എയർവേസ് എന്നാണ് പേര്. ജപ്പാൻ ടോക്കിയോയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണിത്. ഞാനിവിടെ ANA വിമാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. ഈ ലോഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലോഞ്ചാണ്. ഇത് ഭയങ്കര ചെറിയ ലോഞ്ച്, കാര്യമായിട്ടൊന്നുമില്ല. സ്റ്റാർ അലയൻസിൻ്റെ ലോഞ്ചാണ്, ടർക്കിഷ് എയർലൈൻസിൻ്റെ പേരിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഈ ലോഞ്ച് ആയിരിക്കും കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞി ലോഞ്ച്, ചുമ്മാ കയറിയിരുന്ന് ചായ കുടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഞാനൊരു കൊക്കക്കോള എടുത്ത്, കൊക്കക്കോള. ഈ ഏഷ്യൻ കൺട്രീസും ഗൾഫ് കൺട്രീസൊക്കെ വിട്ട് കഴിഞ്ഞാൽ ലോഞ്ചസൊക്കെ ഭയങ്കര ശോകമാണ് കേട്ടോ, രക്ഷയില്ല. ഇന്ത്യയിൽ നല്ല ഊള ലോഞ്ചായിരുന്നു, ഒന്നും പറയാനില്ല. ഈ സ്റ്റാർ അലയൻസിൻ്റെ ഫ്ലൈറ്റ്സൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പോകുന്നത്. ലുഫ്താൻസയുടെ ലോഞ്ച്, ടർക്കിഷ് എയർലൈൻസിൻ്റെ ലോഞ്ച് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ബ്രിട്ടീഷ് എയർവേസ് ഉണ്ട്, ബ്രിട്ടീഷ് എയർവേസിൻ്റെ ലോഞ്ച് ഇവിടെ ഉണ്ട്. അങ്ങനെ കുറേ ലോഞ്ചസ് ഉണ്ട്, പക്ഷേ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഒരു ഞാൻ കയറി ലോഞ്ച് കൊള്ളുമായിരുന്നു, ബാക്കിയുള്ള എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഡ്യൂട്ടി ഫ്രീ അമേരിക്കാസ് ഗൈസ്, ഡ്യൂട്ടി ഫ്രീ അമേരിക്കാസ്. പട്ടാളക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കുമൊക്കെ മറ്റേ ഇതുണ്ട്, പ്രയോറിറ്റി ബോർഡിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാര്യം കേട്ടോ, നമ്മുടെ നാട്ടിലും തുടങ്ങേണ്ട ഒരു സംഭവമാണ് പട്ടാളക്കാർക്ക് പ്രയോറിറ്റി ബോർഡിങ്. ഇവിടെയൊക്കെ വിമാനം വിടുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പേ ബോർഡിംഗ് ഗേറ്റ് ക്ലോസ് ചെയ്യുള്ളൂ. ഫ്രീ ബോർഡിംഗ്. 20 വർഷം പഴക്കമുള്ള ബോയിങ് 737 വിമാനത്തിലാണ് ഞാൻ പോകാൻ പോകുന്നത്. 20 ഇയർ ഓൾഡ്. അയ്യോ, 20 വർഷം പഴക്കമുള്ള വിമാനമാണ് ഗൈസ്. എന്താ പിന്നെ ഗൈസിൽ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെ ഉണ്ട് ഇല്ലേ, അതേപോലത്തെ സീറ്റും കാര്യങ്ങളൊക്കെയാണല്ല. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലോ. ഇതിൻ്റെ സീറ്റ് ഇല്ല ഗൈസ്, നഹി. ഇതാണ് എൻ്റെ സീറ്റ് തൽക്കാലം കിട്ടിയിരിക്കുന്നത്. അപ്പുറത്തല്ല ആൾക്കാരാണ് ഫുള്ള്. ഇത് പുഷ് ബാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെ തന്നെ സെയിം സാധനം. അത്യാവശ്യം കംഫർട്ടബിളാണ് സീറ്റ്, ലെഗ് സ്പേസ് ഒക്കെ കുറവാന്നേ ഉള്ളൂ. അവർ ബോർഡിങ് കംപ്ലീറ്റ് ആയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ബാക്കിലത്തെ റോയിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പോയിരുന്നോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മാത്രമായിട്ട് ഒരു റോ കിട്ടി ഗൈസ്. നോക്കൂ, ഇത് പുഷ് ബാക്കൊക്കെ ഉണ്ടെങ്കിലും ചാരുമില്ല, കാരണം ഇത് ചേർന്നായിരിക്കുന്നത് കണ്ടല്ലേ. 31 റോ ഉണ്ട് ഈ ഫ്ലൈറ്റിൽ, 31 റോ. 186 ആളുകൾക്ക് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. 31 റോ എന്ന് പറയുമ്പോഴത്തേക്കിനും 186 സീറ്റ്സ്. As soon as they are done, we'll be pushing back.
2 hours, 20 minutes takeoff to the touchdown in the Twin Cities, Minneapolis and St. Paul. ലാസ്റ്റ് റോഡിൽ അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ എൻ്റെ കാലെടുത്ത് ഇങ്ങനെ വയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്താ അത്ര വെക്കാം. അങ്ങനെ ഞാൻ എൻ്റെ സൺ കൺട്രി എയർലൈൻസ് വിമാനം ബിസിനസ് ക്ലാസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ്. നോക്കൂ എന്താല്ലേ, എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ, ഇപ്പം ഇവിടെ, അതിവിടെ, ഇതിവിടെ, ബാഗ് ഇപ്പുറത്ത്. വാവ്, ഇതാണ് നമ്മൾ എക്കണോമി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബാക്കിലത്തെ റോ അവസാനമേ കാലിയാവുള്ളൂ, മിക്കതും എം ടി ആയിരിക്കും. ചാരാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ടർക്കിഷ് എയർലൈൻസ് അവിടെ കിടപ്പുണ്ട്, ഡ്രീം ലൈനറാണ്. അതിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ട എണ്ണയുടെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ഈ സാധനം കണ്ടോ, ഇത് വെറൈറ്റി അമേരിക്കൻ ഈഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമാനമാണേ. അത് മിറ്റ്സുബിഷിയുടെ വിമാനമാണ്. മിറ്റ്സുബിഷി CRJ 900 LR എന്ന് പറഞ്ഞ വിമാനമാണത്. ഏകദേശം 1 മണിക്കൂറായി നമ്മളിപ്പോൾ ഈ വിമാനത്തിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. 12:20 പോകുന്ന അടുത്ത് 1 മണിയായി. എന്തോ ഫ്യൂലിൻ്റെ കാര്യം എന്തോ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. We do realize it's getting a little warm on board. If you would open up your vents and close all those window shades, that will do a significant action keeping our aircraft more comfortable. വിൻഡോ ഷേഡ്സ് താത്തിടാൻ, അപ്പം ചൂട് കുറയുമെന്ന്. നമ്മുടെ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ ഓവർ ഫ്യൂവലായി. അതിനകത്ത് ഇൻഡിക്കേഷനിൽ എന്തോ ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം വന്നപ്പോഴത്തേക്കും ഇറങ്ങുവാന്ന്. എക്സിറ്റ് ചെയ്യുക. ഡീപ്ലൈൻ ചെയ്യുവാണെന്ന്. മറ്റടുത്ത പരിപാടിയായി. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ. ഇത് എടുത്തപ്പോഴേ ഞാൻ ആലോചിച്ചതാണ്. കയറാൻ നേരം എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്. ഈ ബോയിങ് കച്ചറയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂതറ വിമാനമാണ് ബോയിങ്. എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നല്ല ഡെൽറ്റ യുണൈറ്റഡ് എടുത്തായിരുന്നു മതിയായിരുന്നു. പൈസ ലാഭിക്കാൻ വേണ്ടി കയറിയതാണ്. എല്ലാവരും ഇറക്കിക്കൊണ്ടിരിക്കുക. Thank you. Are you guys not getting down? We're gonna get off. We're just waiting for everybody else. Okay. എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട, എന്നാ പരിപാടിയാണെന്ന്. എനിക്ക് ഇറങ്ങാൻ പറഞ്ഞ എല്ലാവരോടും. ഓ, എന്തൊക്കെ പരിപാടിയാണ് ഇത്. ഇതിനകത്തുനിന്നൊക്കെ പുകയൊക്കെ വരുന്നില്ല. ഇനിയും പേര് ഷർട്ട് വലിക്കുവാണോ? അയ്യോ, നല്ല പരിപാടിയായി ഗൈസ്. രക്ഷയില്ല കേട്ടോ. എന്തോന്നാണ് ഇത്. അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണോ? ഇതിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ അച്ചറയും ബഹളം അടിയായനെ. കൊച്ചി എയർപോർട്ടിലൊക്കെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൊക്കെ ഇങ്ങനെ സംഭവിക്കണം. അടിയാണൊക്കെ അവിടെ അടി. നമ്മുടെ ആൾക്കാർക്ക് അടി ഉണ്ടാക്കാനല്ലേ അറിയുള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. സമാധാനത്തോട്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വിമാനത്തിന് കംപ്ലയിൻറ്റ് കണ്ടു, അത് പരിഹരിച്ച് വിടുക എന്നുള്ളത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതിന് അടി ഉണ്ടാക്കിയിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. സോ നമ്മൾ തിരിച്ച് ഇവിടെ വന്നു, വീണ്ടും വന്നു. ബേസ് 20 കൊല്ലം പഴക്കമുള്ള വിമാനം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചതാണ്. അതും ബോയിങ്. വിശക്കുന്ന സമയം ഇപ്പോൾ 2 മണിയായി. അപ്പോൾ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പിസ്സ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പിസ്സ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. $14 ഒരു പിസ്സ ഉണ്ടാക്കി കഴിക്കുന്നതിന്. അവരുണ്ടാക്കി തരും, ചൂടാക്കി തരും. അങ്ങനത്തെ പരിപാടിയാണ്. ഇപ്പോൾ എന്നാ ചെയ്യാനാ, വിമാനം നമുക്ക് ഫുഡൊന്നും തരത്തില്ലല്ലോ. ബഡ്ജറ്റ് എയർലൈൻ അല്ലേ. അവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എന്നാണെങ്കിൽ തോന്നുന്നു ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ പിസ്സ ഓർഡർ ചെയ്ത് നിൽക്കുകയാണ്. അതൊരു 5 മിനിറ്റ് എടുക്കും അത് സെറ്റ് ചെയ്ത്. ഞാൻ അവിടെ നിന്ന് പിസ്സ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇത് ഇത്രയും വലിയ സാധനമാണ്. ഇത് $14. ഇനി ഇത് വിമാനത്തിൽ കയറ്റില്ല എന്നങ്ങനെ പറഞ്ഞാൽ മൂഞ്ചും. അങ്ങനല്ല, ബഡ്ജറ്റ് എയർലൈൻ അല്ലേ. ഇനി അവർ ഫുഡ് കയറ്റില്ല എന്നെല്ലാം പറയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ നല്ല കിട്ടിയിലും പിസ്സ കേട്ടോ. നോക്കിയാൽ നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കിയെടുത്തിയാണ്. തിൻ ക്രസ്റ്റ് സമ്മതിക്കോ കൊണ്ടുപോകാൻ. നല്ല പണി പാടും. $5 വളർത്തി പോകും. താങ്ക് യു. ഭാഗ്യം, ഒന്നും പറഞ്ഞില്ല. ഇനി ഇത് വിമാനത്തിൽ കയറി കഴിക്കണം. ഇനി എൻ്റെ പുറകിൽ സീറ്റിൽ ആരെങ്കിലും കയറി ഇരുന്ന് കാണുമോ? ഇല്ലല്ലോ. ഞാൻ അവിടെ സുഖമായിട്ടിരുന്നതാണ്. മിക്കവാറും അവിടെ ആരെങ്കിലും കയറി ഇരുന്ന് കാണും. വെൽക്കം ബാക്ക്. ചാൻസ് ടു ബൈ ദ പിസ്സ. അങ്ങനെ എയർ ഇന്ത്യ വിമാനം വന്നത് കാണാൻ വേണ്ടിയായിരിക്കും ചിലപ്പം നമുക്കിവിടെ ലേറ്റായത്. സോ ദിസ് ഈസ് മൈ പിസ്സ. ഇനിയിപ്പോൾ ഇത് വെട്ടിട്ട് വേണം കഴിക്കാനായിട്ട്. വിടുമായിരിക്കും. ഇപ്പം എല്ലാവരും വേർത്ത് കുടിച്ചിരിക്കുക പാവങ്ങൾ. അപ്പുറത്ത് കിടന്ന വിമാനങ്ങളെല്ലാം പോയി. അങ്ങനെ നമ്മുടെ എയർ ഇന്ത്യ വന്നു. ടർക്കിഷ് എയർലൈൻസ് കിടന്നിടത്തിപ്പോൾ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനറാണ് കിടക്കുന്നത്. ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു വിമാനമാണ് താഴെ വീണ ആക്സിഡൻ്റ് ആയത്.
അഹമ്മദാബാദിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് വാഷിങ്ടൺ DC നിന്ന് ഡ്രീം ലൈനർ വിമാനമാണ് ഡൽഹിക്ക് പോകുന്നത്. ഇതൊക്കെ പഴയതാണെന്ന് തോന്നുന്നു, അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഇവർ പുതിയ രീതിയിലൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല, മാറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ പൊന്നു, അപ്പോൾ 2 മണിക്കൂർ ലേറ്റായിട്ടാണ് പോകുന്നത്. പണ്ടൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പേടിയാണ്. ബഡ്ജറ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെള്ളവും പെപ്സിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഗ്ലാസ്സിൽ. പിന്നെ എൻ്റെ പിച്ച കഴിച്ചതിൻ്റെ ആ ഒരു ബോക്സ് അവർ കൊണ്ടുപോയി, അവർ വാങ്ങിച്ച്. ഞാൻ ചോദിച്ചു നിങ്ങൾ എടുക്കുമോ, ഞാൻ പുറത്തോട്ട് കളയണമെന്ന് ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ എടുത്തോളാം. നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാറായി. പുറത്ത് ഭയങ്കര ക്ലൗഡിയാണ്. ക്ലൗഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലൗഡിയാണ്. അടിപൊളി, ഒന്നും കാണുന്നില്ല. വാവ്, അടിപൊളിയാണല്ലോ. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനസോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വിൻ്റർ എക്സ്ട്രീം ലെവലിൽ വരുന്നൊരു സ്ഥലമാണ്. അയ്യോ, ഭയങ്കര സ്പീഡിലാണ് ലാൻഡ് ചെയ്യണേ. കാണുമ്പോൾ പേടിയാവും ഗൈസ്. രക്ഷപ്പെട്ടു ലാൻഡ് ചെയ്തിട്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം 1 മണിക്കൂർ പുറകിലാണ്. അതായത് ടൈം സോൺ മാറി. ന്യൂയോർക്കിലും വാഷിങ്ടൺ DC ഒക്കെ 4:30 ആണെങ്കിൽ ഇവിടെ 3:30 അതായത് 1 മണിക്കൂർ ബാക്കാണ്. ഇന്ത്യയുമായിട്ടുള്ള സമയം വീണ്ടും 1 മണിക്കൂർ ബാക്കിലേക്കായി ഗൈസ്. അങ്ങനെ ഫുൾ മൊത്തത്തിൽ ടൈം സോൺ മാറിയ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. എന്താല്ലേ, അമേരിക്ക ഈസ് ടു ബിഗ്. വന്ന് ലാൻഡ് ചെയ്തപ്പോഴത്തേക്കിനും ഒരു പോപ്പപ്പ് ചെയ്ത് തന്ന വാർത്തയാണ്. അതെന്താ, ബോയിങ് 737 MAX 8 ഗ്രൗണ്ടഡ് ബൈ എയർ ഇന്ത്യ എക്സ്പ്രസ് മിനിറ്റ്സ് ബിഫോർ ടേക്ക് ഓഫ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തോന്നടേ ഇത്, ബോയിങ് 737 ഒക്കെയാണ് മൊത്തം ടെക്നിക്കൽ ഇഷ്യൂ. അങ്ങനെ ഗൈസ്, ഞാനാണ് അവസാനം ഇറങ്ങുന്നത്. എൻ്റെ പുറകെ ആരുമില്ല. ക്രൂ വരെ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അയ്യോ, ഒന്നും പറയണ്ട, കോമഡി ആയിരുന്നു. നല്ല യാത്രയായിരുന്നു കേട്ടോ. നല്ല യാത്ര എന്ന് പറഞ്ഞാൽ നല്ല യാത്ര. കുലുങ്ങി എത്തി ഇവിടെ. പൈലറ്റൊക്കെ ഇറങ്ങി നിൽപ്പുണ്ടല്ലോ പുറത്ത് സംസാരിച്ചുകൊണ്ട്. കൊച്ചു വിറകം പോകുന്ന കണ്ടില്ലേ, കുഞ്ഞിപ്പയ്യൻ. താങ്ക് യു. പുള്ളി ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു പുറത്ത്. Oh my God. So happy. Nice to meet you. Thank you. You got this for me? Yeah. Hey, finally I met Srikanth in US after a long time. Right? Yeah, it's been Where is my 3-4 bag? years. It should be here. Not 3-4 years. How long you are staying in US? It's more than 10 years. More than 10 years. And we know more than 10 years. No, we know around 17 years. Yes, 17 years. Yeah. Oh my God. We become very old. And ഈ പറഞ്ഞ ചെറുക്കനെ കാണാൻ വേണ്ടി ഞാൻ ഇപ്പോഴാണ് വരുന്നത്. We became too old. You became too old. I am still young. I am still 17. പോടാ. അയ്യോ, ഞാനങ്ങനെ എത്ര ആൾക്കാരെ എൻ്റെ ബെസ്റ്റ് ബഡീസിനെയൊക്കെ കാണാൻ വേണ്ടി. Even I'm coming here and meeting my brother for the first time. Oh, that's awesome. How are they doing? They are doing really good. I'm actually meeting the entire family after a long time. I've been meeting brother or someone like അവർ അതൊക്കെ കുറച്ച് പേരൊക്കെ അല്ലേ വരുള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്ന കുറേ ആൾക്ക് ശേഷമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഫ്ലവേഴ്സ്. ഇവൻ വീണ്ടും അപ്പനായിരിക്കുകയാണ് കുറേ നാൾക്ക് ശേഷം. ഒരു ചിന്ന തമ്പി കുളന്തെ പിറന്നാച്ച് അല്ലേ, തമ്പി കുളന്തെ അല്ലേ എന്താ പറയുന്നത് തമിഴിൽ? പയ്യൻ കുളന്തെ പിറന്നാച്ച്. ഇവനൊരു മോളുണ്ടായിരുന്നു, മോൾ വലുതാണ്. ആൻഡ് മകൻ ഉണ്ടായി ഇപ്പോൾ 2 months. It's 1 month. 1 month. ഒരു മാസമായതേ ഉള്ളൂ. സോ അതിൻ്റെ ഹാങ് ഓവറിലാണ് ചെറുക്കൻ. അയ്യോ. സോ യു മൈറ്റ് ബി ഹാവിങ് എ സ്ലീപ്ലെസ് നൈറ്റ്സ്, റൈറ്റ്? Yeah, daily. We'll make sure that we are awake all അവനിപ്പോൾ അപ്പനായതേ ഉള്ളതുകൊണ്ട് ഞാനിവിടെ അധികം ദിവസം അവൻ്റെ കൂടെ ഇല്ല. ഓൺലി 2 days.
ആൻഡ് കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് മെയിനായിട്ട്. നിന്നെ കാണാനല്ല വന്നത്. ഐ കെയിം ടു സീ യുവർ ബോയ് ജൂനിയർ ശ്രീകാന്ത്. Me as well. No. I want to see Junior Srikanth. I'll be coming again. I'll be coming frequently from now onwards to US. Always. What man? All these airports are empty. Even the IAD airport was empty. Is it cold here? Not right. Until yesterday it was so hot. തണുക്കാണല്ലോ ദൈവമേ. It was raining. എടാ ഇവിടെ തോളത്ത് കൈയിട്ട് നടന്ന വേറെ അർത്ഥം. തോളത്ത് കൈയിട്ട് നടക്കാറ്. This is US. This is not India. When she was child, baby, she don't know how to pronounce her name. She used to say, "What's your name?" She will say, "You, Yuganitha Papa." Instead, she will say, "You Papa." ഓക്കെ, അതാണോ ഈ യു പപ്പ നമ്പർ പ്ലേറ്റ്? So that's why I kept it. Her name itself. ഓക്കെ, സോ ആർ യു കീപ്പിംഗ് മൈ പെട്ടി? Yeah. ആ എടുത്ത് വയ്ക്കും. നല്ല വെയിറ്റ് ഉണ്ട്. ഇറ്റ്സ് ഹെവി. പാവം. ഇറ്റ് ഈസ് ഹെവി. താങ്ക് യു. താങ്ക്സ് മേൻ. Let's go. Finally on the streets of Minneapolis, Minnesota state. This is my 6th state in US. Then USലെ 6ാമത്തെ സംസ്ഥാനം. 44 more to go. Actually ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നും അങ്ങനെ ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല. മനസ്സിലായില്ലേ? 50 സംസ്ഥാനങ്ങളൊക്കെ ചുമ്മാ നമുക്ക് കവർ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ചില സംസ്ഥാനങ്ങളൊക്കെ വളരെ ചെറുതുണ്ട്. ആൻഡ് ലാർജസ്റ്റ് വൺ ഈസ് ടെക്സസ്, ഐ ഗസ്, അല്ലേ? ലാർജസ്റ്റ് സ്റ്റേറ്റ്, റൈറ്റ്? ടെക്സസ്. പിന്നെ റോഡ് ഐലൻഡ് എന്തോ ആണെന്ന് തോന്നുന്നു, ചെറിയ ഐലൻഡ്. Actually, Alaska is the largest. അലാസ്ക ഈസ് ദ ലാർജസ്റ്റ്. അലാസ്കയാണ് ലാർജസ്റ്റ് സ്റ്റേറ്റ്, കാനഡയുടെ അപ്പുറത്ത് കിടക്കുന്നത്. പക്ഷേ US മെയിൻലാൻഡിൽ കിടക്കുന്നതിൽ ടെക്സസ് ആണ് ഏറ്റവും വലിയ ടേസ്റ്റ്. അലാസ്ക ഈസ് സോ ബിഗ്. അത് കാനഡയുടെ അപ്പുറത്ത് അങ്ങ് മേളിൽ കിടക്കുന്നതാണ്. ഭയങ്കര തണുപ്പുള്ള സ്ഥലം, മൊത്തം തണുപ്പുള്ള സ്ഥലമാണ് അലാസ്ക. പോകണം, അവിടെയൊക്കെ പോകണം, മൊത്തം പോകണം. പിന്നെ US നിന്ന് മാറിക്കിടക്കുന്നതാണ് ഹവായി. ഡങ്കിൻ. Hello. So we made an online order. The order number 1918. Thank you. ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ആസ്ഥാന സാധനമാണ് ഡങ്കിൻ എന്ന് പറയുന്നത്. എനിക്ക് മക്ഡൊണാൾഡ്സും ബർഗർ കിങ് ഒക്കെ പോലെ ഇവിടുത്തെ. ഇസ് ഇറ്റ് ബിക്കമിങ് പോപ്പുലർ റീസെന്റ് ഓർ It's there from starting, but ഡോണറ്റ്സ്? donuts. പീപ്പിൾ ആർ സോ ക്രേസി അബൌട്ട് ഡോണറ്റ്സ്. ഓ വാട്ട്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഡാൻസ് കളിക്കാൻ വേണ്ടി അവിടെ കുറേ ആൾക്കാർ, പിള്ളേരൊക്കെ നിൽപ്പുണ്ടെന്ന്. ഞാനവിടെ ചെല്ലുമ്പോൾ ഡാൻസ് കളിക്കുമെന്ന്. ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. I want to buy some chocolates. I want to buy something for Yuganitha. I want to buy something for Sion. Sorry, Sion. Sion. Such a difficult name you have put for your kid. Sion. Sion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ്റെ എന്തോ പേരാണെന്നാണ് അവൻ പറയുന്നത്. Sion. എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഐ ഫീൽ ലൈക്ക് ഐ എം സംവെയർ ഇൻ ലണ്ടൻ. ഇത് ലണ്ടൻ പോലെ തന്നെ, വെതറും തണുപ്പും സംഭവങ്ങളും എല്ലാം അതേപോലെയൊക്കെ തന്നെ. ലണ്ടനിൽ ചെല്ലുമ്പോൾ ഇതേപോലെ നമുക്ക് കാണുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു മൂടിപ്പുറച്ച് കിടക്കുന്ന ഒരു വെതറും സംഭവങ്ങളോ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. സോ ഞങ്ങളിവിടെ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു കടയിൽ വന്നിട്ട് വി ബോട്ട് സംതിങ്. നൗ വി ഗോ ഹോം. നമ്മുടെ നാട്ടിലൊക്കെ ഈ വില്ല പ്രൊജക്റ്റുകളൊക്കെ പണിയത്തില്ല ആൾക്കാർ, അതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് വന്നത്. ഇന്നലെ നമ്മുടെ ചേട്ടൻ്റെ വീടും അങ്ങനെ തന്നെയായിരുന്നു, ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ പല വീടുകൾ കാണാം. ചിലതൊക്കെ ഇങ്ങനെ ദൂരെ മാറിയായിട്ടായിരിക്കാം. സോ ആർ യു ഹാവിങ് എൻ ഇൻഡിവിജ്വൽ ഹൗസ് ഫോർ യുവർ സെൽഫ്, റൈറ്റ്? Yes. Okay, so some people, these houses are not individual, no? Everything is an independent house. You are seeing the back side of the house. Oh, these are big houses, no? These are big houses. അത് ശരി, ഞാൻ വിചാരിച്ചത് പല ആൾക്കാരുടെ വീടുകളായിരിക്കും. പക്ഷേ this is like basement, ground floor and first floor. Yeah. ഇവിടെ മിക്കതും അങ്ങനെയൊക്കെയാണ്. Usually have that. Basement, ground floor and first. There are always most of the houses, especially in the Minnesota. Okay. If you go to California, Texas, or some Florida, or Arizona, usually their houses doesn't have the basements. ഈ വീടുകളാവട്ടെ ഇവിടെ ഇല്ല. ഇത് കൊള്ളാല്ലേ, നല്ല വീടുകൾ ഉണ്ടോ? ഇതൊക്കെ പുതിയ പുതിയ വീടുകളാണെന്ന്. This house. This house. This one. This one. Second one. Oh, yes. That's nice. 661 for it. നല്ല വീട്, നല്ല ഇറക്കടാ, നല്ല വീട്, സൂപ്പർ വീട്. Oh, something. You have bought some TV or something? No, What is that? we ordered something bad that today they delivered it. Okay, your porch will not open automatically. We can open, but we don't. We want to take you from back side. Okay. To take you from the front entrance. Okay, that's nice. So if you get into the porch, you have to get in from the back side, right? Okay. അടിപൊളിയാട്ടോ, ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം. ഈ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് ആൾക്കാർ? Now I came to know like why are you not coming to India? Hi, who's this? Hello, how are you? I'm coming. Hi, how are you? I'm good. How are you? I'm great. How is yours?
Oh, good. How was the baby? Yeah, he's very good. Home tour பண்ணலாமா? Home tour பண்ணலாம். ആ ബേബി ഈസ് ക്രൈങ്. ബേബി ഞാൻ വന്നൊന്ന് എടുക്കാൻ ശ്രമിച്ചതാണ് ഗൈസ്. കുഞ്ഞ് കരയാൻ തുടങ്ങി. ആൻഡ് പാല് കൊടുക്കാൻ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട് നല്ല അടിപൊളി. ഐ മീൻ ഫസ്റ്റ് ഓഫ് ഓൾ ദ ലൊക്കേഷൻ ഈസ് റിയലി ഗുഡ് വിത്ത് ലോട്ട് ഓഫ് ഹൗസസ്. ഇത് ശ്രീകാന്തിന്റെ ഓഫീസ്. ഇവിടെ വരുമ്പോൾ തന്നെ ഇറ്റ്സ് നൈസ്. യു സിറ്റ് ആൻഡ് വർക്ക് ഫ്രം ഹിയർ നോ? Even I stand and work there. You stand and work there? You run and work? Yeah, I You do sleep it. and work? While sleeping also I work. ഓക്കെ, ദാറ്റ്സ് നൈസ്. പിന്നെ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറ്, ലിവിങ് ഏരിയ പ്ലസ് ഒരു വലിയ ഒരു ഓപ്പൺ കിച്ചൺ. ശ്രീകാന്ത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എത്തുമ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി ശ്രീകാന്താണ് ഇന്ന് പാചകം ചെയ്തത്. മട്ടൺ ബിരിയാണി, പിന്നെ ഇതെന്ത് കറിയാണ്? ഫിഷ് കറി. That's a fish curry. നല്ല മണം മോനെ. ഫിഷ് കറി എനിക്ക് രസം ഇഷ്ടമാണെന്ന് ശ്രീകാന്ത് അറിയാം. ശ്രീകാന്ത് പ്രിപ്പയർഡ് രസം. Mutton biryani opened it. Right? മട്ടൺ ബിരിയാണി, Chicken ബിരിയാണി. Then we have fish fry ready. ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം. We can serve you when we are going to have dinner. നമുക്കപ്പം ഇന്ന് ഡിന്നർ ആക്കി. And even the prawns we are going to. ലഞ്ച് കഴിക്കേണ്ടതാണ്. താങ്ക്സ് ടു സൺ കൺട്രി എയർലൈൻസ്. ബിക്കോസ് ഓഫ് യു ഗൈസ് ഐ എം ഹാവിങ് ഡിന്നർ ടുഡേ. അപ്പോൾ ഇത് ഇവിടുത്തെ കിച്ചൺ. പിന്നെ ഇതിനപ്പുറത്ത് നമുക്ക് ലെറ്റ്സ് ഷോ മീ ദാറ്റ് യുവർ ഗ്യാരേജ് ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും പിന്നെ ഒരു സ്റ്റോർ റൂമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു ഗ്യാരേജ് ഉണ്ട്. ഇതാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. അതെ, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ സൈഡിൽ നിന്ന് ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വെച്ച് തുടങ്ങും. അവസാനം ഇത് വലിയൊരു സ്റ്റോർ റൂമായി മാറും. യു ഷുഡ് ഹാവ് സീൻ മൈ ബ്രദേഴ്സ് ഹൗസ്. ഇറ്റ്സ് ഫുൾ ഓഫ് തിങ്സ് ലൈക്ക് ദിസ്. ഇവിടെ ഇതിന് താഴെ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. ഞാൻ ആ ബേസ്മെൻറ്റ് കാണിച്ചത്. ആ ബേസ്മെൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് എന്താണ് കറക്റ്റ് ഈ വീട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഇത് മുകളിലേക്കുള്ള വഴി. ഇനി ഇത് ഇങ്ങോട്ട് നമുക്കിത് തുറന്നിട്ട് താഴേക്ക് കാണാം. ഈ ബേസ്മെൻ്റൊക്കെ യൂഷ്വലി ആൾക്കാരെ പണിതിട്ട് തിരക്കുള്ള സ്ഥലത്തൊക്കെ റെൻറ്റിന് കൊടുക്കാറുണ്ട് അല്ലേ? പീപ്പിൾ യൂസ് ടു ഗീവ് ഇറ്റ് ഫോർ റെൻറ്റ് വിത്ത് സെപ്പറേറ്റ് ആക്സസ് ആൻഡ് ഓൾ. അപ്പോൾ ഇവിടെ ഇത് ഇവൻ്റെ ജിമ്മ്, പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ യു ക്യാൻ കൺവേർട്ട്. ഓക്കെ, ഇനി ഇത് കണ്ടില്ലേ? ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ തടികൾ, ട്രീറ്റഡ് തടി വെച്ചിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്താകെയുള്ള കോൺക്രീറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് ഈ ഒരു ബേസ്മെൻറ്റ് ഏരിയ മാത്രമാണ് കോൺക്രീറ്റ് ഉള്ളത്. ബാക്കി ഇവിടെയൊക്കെ ഉള്ള എല്ലാ വീടുകളും ഇതുപോലത്തെ ഐ തിങ്ക് ദീസ് ആർ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ് റൈറ്റ്? അങ്ങനത്തെ സംഭവങ്ങളാണ്. അതാണ് കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് AC-യുടെ വെന്റിലേഷനും പിന്നെ ഹീറ്റിംഗ് സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എല്ലാ വീടുകളിലും സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടുത്തെയൊക്കെ വീടുകൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ടില്ലേ? അതിൻ്റെ ആ ഒരു ദിസ് ഈസ് വാട്ടർ ഹീറ്റർ. ഇത് ബോയിലർ. ഇത് ബോയിൽ ചെയ്തിട്ടാണ് വീട് ഹീറ്റ് ആക്കുന്നത് അല്ലേ? വാട്ടർ ബോയിലർ. അപ്പോൾ വീട് ഹീറ്റ് ആക്കുന്നത് എങ്ങനെയാ? ഹീറ്റിംഗ് സിസ്റ്റം. ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അത് തണുപ്പത്ത് വിൻ്റർ വരുമ്പോൾ ഇത് ചൂടാക്കുകയും പിന്നെ അതേപോലെ സമ്മർ വരുമ്പോഴത്തേക്കിനും വീട് തണുപ്പിച്ച് AC ഇടുകയും ചെയ്യാൻ പറ്റുന്ന സെൻട്രലൈസ്ഡ് സിസ്റ്റം. Water softener. What is that? So sometimes the water that we get is hard water, right? So yeah. That's okay. not good when you are taking bath or okay. when you are washing your appliances or clothing. അതിന് വേണ്ടിയുള്ള സംഭവം അല്ലേ? വെരി ഗുഡ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോഴത്തേക്കിന് അവിടെയാണ് റൂമുകളൊക്കെ. ഇത് ഇവൻ്റെ മൂത്ത മോളുടെ മുറിയാണ് ഈ കാണുന്നത്. മൂത്ത മോൾ ഇതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവരൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ കൊള്ളാം. So these are all sheet room. അത് ശരി. Painting. അടിപൊളി, കൊള്ളാലോ. നന്നായി വരയ്ക്കുമല്ലേ? ദാറ്റ്സ് നൈസ്. ഇവിടെ താഴെയൊക്കെ കാർപ്പറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു മുറിയാണ്, റെസ്റ്റ് റൂം. ഇതെന്താ? വാഷ്റൂം. അപ്പോൾ റെസ്റ്റ് റൂം കോമൺ ആണോ? No, we have three. One in the master bedroom. Okay. This is the upstairs. Okay. The other one in the downstairs. Okay. ഇത് മേളിലെ ലിവിങ് ഏരിയ. ഏതാ എൻ്റെ മുറി? ഇതാണോ? Which is my room? Oh, it's in the corner. Okay. Cornering you there. Oh, you are cornering me here. It's on light. അത് ശരി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മുറി. Wow, this is nice, man. Okay. Yeah, it's cool. Hi, Yuganita. How are you? How are you? Do you remember me? Yeah. You remember me? Okay. When did you meet uncle? Yeah. India. In India? Oh, that's Where? Salem. Salem. Nice to meet you. So how are you feeling after getting a new younger brother? Are you feeling good? Yeah. You like him? Yeah. Really? Okay.
So when are you going to play the dance for me? You said you will play dance? In few minutes because we're practicing. You're practicing. So already good. No, you are done. No, we just need 30 more seconds then. Okay. Oh, You okay. take- They need okay. some perfection for that. Okay. You take very few good, more very minutes. good. Okay. We are here. Okay. Okay, take your time. So we got donuts for all your friends. Yeah. Because should I invite the boys? Yeah, you can inform. Because the boys are being really naughty. They're not. Still you can invite them. They're all your friends, right? ദേവില ഇപ്പൊ ചോദിക്കും പിന്നെ ചോദിക്കൂല ഇൻവൈറ്റ് ചെയ്തോട്ടെ എന്ന് കുറച്ചുകൂടെ വലുതായാൽ പിന്നെ they won't ask. Okay, so she's having a lot of friends here. Yeah. So all the houses. Tamil communities. Yeah, many are. അത് ശരി, കൊള്ളാം അല്ലേ സ്ഥലം? എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത് മറ്റേ ശ്രീകാന്തിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ്. ഷീസ് ഇൻ കാലിഫോർണിയ അല്ലേ? അപ്പം വൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആൻഡ് ഇതാണ് വീട്, ഇത് അപ്പുറത്തെ വേറെ വീട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ വീടുകൾക്ക് അങ്ങനെ മതിലും കാര്യങ്ങളും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം സിമിലർ വീടുകളൊക്കെ തന്നെ ആയിരിക്കും, ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇത് പുതിയ വീടുകളാണ്, കണ്ടില്ലേ? കുറച്ചുകൂടെ പുതിയ വീട്, കമ്പാരിറ്റീവ്ലി പുതിയ വീടാണ്. ഇപ്പോൾ ഇവനോട് താമസം തുടങ്ങിയിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ഞങ്ങളുടെ ചേട്ടനൊക്കെ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-15 വർഷം എന്തോ ആയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വിറ്റ് വെച്ചിരിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ വീട്ട് തടിയാണല്ലോ ബേസിക്കലി ഇത് സംഭവങ്ങളെല്ലാം. അപ്പോൾ അതിലൊന്നും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കിനും ഭയങ്കര പച്ചപ്പും പുല്ലും സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വിൻ്റർ ആകുമ്പോഴത്തേക്കിനും 1 അടിയൊക്കെ ഹൈറ്റിൽ ഐസ് വീഴുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. വെരി കോൾഡ്, ഫീലിംഗ് വെരി കോൾഡ്. You can have jacket. That's okay. So how many Tamil families are here nearby? Okay. There are a lot of? Lot of there, but I don't have a specific count. But still you have a big community here. Maybe around 30-40. In this area? Actually, there are 450 houses in this community. Okay. So maybe around 30-40 might be from Tamil Nadu. So we do Any Malayalis? You don't know. Will be there. Yeah. Should be there, okay. Fine. Come, we'll go inside. No politics, no salesman, no estimates, no tax, no charity, no magazines, no religion, no menus, no excuses, no exceptions. ഇത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും എഴുതി വയ്ക്കണം. Especially no politics, no religion എന്ന് പറഞ്ഞുകൊണ്ട്. So what if somebody is coming, you can sue them? Usually, by saying that, nobody usually knock the door. So if somebody is coming? Ring the bell. They don't do that. If somebody is coming again? They don't do that. And Then we don't never do had that. any such opportunity. സംഭവമാണ് ഇതല്ലേ. ഇതെങ്ങനെ തുറക്കുന്നേ? Usually, You have to enter the pin code, okay. ഇവിടെ ഡാൻസ് കളിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. നോക്കിയേ, എന്നെ കാണിക്കാനായിട്ട് വേണ്ടിയ ഡാൻസ് കളിച്ച് വരുന്നത്. ഫ്രണ്ട്സൊക്കെ വരുന്നു. ഇവിടെ ഒരു പടയുണ്ട് ആൾക്കാർ. There's both the twins. Oh, they are twins? Yeah. Hi. He's going 4th grade, right? Nice to meet you. What you doing next time? Nice to meet you. Hi. Now no rehearsal, finished. Everything is finished. It's take now. You were actually doing rehearsals of it's been long time, yeah. So rehearsal is over. Now you can start. Huh? They get stressed out. ഇവര് കുറെ നേരം റിഹേഴ്സൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Okay, rehearsal time. Okay, you take one more rehearsal. Okay. Okay, fine. So, tell me your names. My name's Devashree. Divyashree അല്ലേ? You Devishree. want to tell your name, what you are doing, which class you are going. Devishree. What you're doing? It's okay. Class you are doing. Srinath, just name is enough. Leave it. Devishree and how about you? Caitlin. Yeah. And this is Yuganitha. So ഇവര് 3 പേരും കൂടെ ഡാൻസ് കളിക്കാൻ പോവാണേ. So not nervous. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് ഡാൻസ് കാണാൻ പോവാണ്. നോക്കൂ. Say
All kids are crazy about donuts, right? I think the whole America is crazy about donuts now. Maybe, yeah, true. ഞാൻ പറഞ്ഞില്ലേ ഈ ഡോണറ്റ് ഡങ്കിൻ ഡോണറ്റ് എന്ന് പറയുന്ന സംഭവം ഇത് ഭയങ്കര പോപ്പുലർ ഇവിടെ എവിടെ നോക്കിയാലും കാണാം. പിള്ളേർ ഡാൻസ് കളിച്ചത് നേരെ ഡോണറ്റ് എന്ന് പറഞ്ഞു ഓടി. 1, 2, 3. Yeah. Really one. Good one. Thank you so much, guys. It's really good one. Okay? Appreciated. ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞ ദിവസം മുതൽ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീകാന്തിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈഥിലി, യു ആർ സോ ലക്കി. യുവർ ഹസ്ബൻഡ് ഈസ് സോ ലവിങ്, കെയറിങ്, അല്ലേ? എന്താ അല്ലേ? ഈസ് എ വെരി ഗുഡ് ഷെഫ് ഓൾസോ, റൈറ്റ്? ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ. You didn't tell me. Oh, that's happy birthday. What was your birthday gift? Say on. But that's your birthday gift. Oh, thank you so much. ഇവൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതെല്ലാം. നോക്കി, ഇത് മട്ടൺ ബിരിയാണി, ചോറ്, ഫിഷ് കറി, പിന്നെ ഫിഷ്, ചിക്കൻ എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ ദിസ് വാസ് മൈ റൂം. നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങി. ഇവിടെ പുറത്ത് ഭയങ്കര തണുപ്പാട്ടോ. 11 ഡിഗ്രി സെൽഷ്യസ് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഞാനവിടെ പാൻറ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, അതായത് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലെയാണ്. ഒരു സ്ഥലത്ത് ഒരു കാലാവസ്ഥ, മറ്റേ സ്ഥലത്ത് മറ്റേ കാലാവസ്ഥ. ഇന്ത്യനെക്കാട്ടി വലുതാണ്, ഇന്ത്യനെക്കാട്ടി വലുതാണ്, യൂറോപ്പിനെക്കാട്ടി വലുതാണ് ഈ അമേരിക്ക. ഇവിടുത്തെ ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ വരെ പോകണമെങ്കിൽ എനിക്ക് ഒന്ന് 5-6 മണിക്കൂർ ഫ്ലൈയിങ് ടൈമുണ്ട്. പിന്നെ ഒരു 3 മണിക്കൂർ ടൈം സോണിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കാഴ്ചകളാണ് അമേരിക്കയിൽ കിട്ടുന്നത്. പക്ഷേ എനിക്കങ്ങനെ വലിയ അമേരിക്കയിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാനുണ്ടായിരുന്നുണ്ടെങ്കിലും ഈ രാജ്യം എന്നെ കൂടുതലായിട്ട് എക്സൈറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഒരു നത്തിങ് വാവ് എന്ന് പറയുന്ന സംതിങ് വാവ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കിതുവരെ അങ്ങനെയൊന്നും കിട്ടിയില്ല. എക്സെപ്റ്റ് കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും വാവ് കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കാം. അപ്പോൾ നമ്മളിനി നയാഗ്ര ഫോൾസ് കാണാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഓക്കെ.